ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്പലത്തിലെത്തുന്ന മഹിയോടായിട്ടുള്ള സിദ്ധിയായിട്ടുള്ള അമ്മ പറയുന്നുണ്ട്, മോളുടെ ജീവിതത്തിൽ നല്ലതും മോശവുമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. പക്ഷേ അതിനൊക്കെ അവസാനം മോൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഇനി മോളുടെ ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. മോള് മനസ്സിൽ ആഗ്രഹിച്ച് നടക്കുന്ന രണ്ട് കാര്യങ്ങളില്ലേ, മോളുടെ ഭർത്താവിൻ്റെ കൈ പിടിച്ച് നടക്കണമെന്നും ആ ഭർത്താവിലൂടെ മോൾക്ക് കുഞ്ഞുങ്ങളെ ജനിക്കണമെന്നും അതൊക്കെ നടക്കുമെന്നെല്ലാം അമ്മ മഹിയോട് പറയുന്നുണ്ട്. പിന്നീട് മേഘനാണെങ്കിൽ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, കണ്ണൻ്റെ കാലുകൾക്ക് ചലനശക്തി കിട്ടിയിട്ടുണ്ടോ എന്നറിയണം. അവരെ രണ്ടുപേരെയും ജയിക്കാനായിട്ട് ഏത് മാർഗവും സ്വീകരിക്കാമെന്നും ആലോചിക്കുന്നുണ്ട്. അപ്പോൾ വാമൻ പറയുന്നുണ്ട്, വേണ്ട മേഘ, ഇനിയെങ്കിലും കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ പോയി കഴിഞ്ഞാൽ തിരിച്ചടി നമുക്ക് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. ഞാനിപ്പോൾ നട്ടെല്ല് തകർന്നാണെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ട്. നിനക്ക് എന്നെ ഇങ്ങനെ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ലേ എന്നെല്ലാം വാമൻ ചോദിക്കുമ്പോൾ അച്ഛൻ മിണ്ടാതിരിക്കുക. കരുണയും പ്രതാപനങ്ങളുടെ അമ്മയും ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇത്തവണ എന്തായാലും നടക്കും. അതോടുകൂടി തന്നെ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ, നമ്മൾ കണ്ണൻ്റെ കണക്കില്ലാത്ത സ്വത്തുക്കളൊക്കെ നമ്മുടെ കൈവശം വന്നു ചേരുമെന്ന് മേഘൻ പറയുന്നുണ്ട് വാമനോട്. പിന്നീട് കരുണയും മുത്തശ്ശിയും പ്രതാപനും ചേർന്ന് അമ്പലത്തിൽ വഴിപാട് കഴിപ്പിച്ചു കൊണ്ടുവരുന്ന പായസത്തിൽ വൈദ്യൻ കൊടുത്തിട്ടുള്ള ആ മാരകമായിട്ടുള്ള വിഷം ചേർത്ത മഹിയെ കൊലപ്പെടുത്താനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തോടെ നമുക്കൊക്കെ തലവേദനയായിരുന്നവൾ മുകളിലേക്ക് പോകും. പിന്നെ വൈദ്യൻ പറഞ്ഞതുപോലെ ആ പൊടിക്ക് നല്ല മധുരമായതുകൊണ്ട് തന്നെ രുചി വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അല്ലേ മുത്തശ്ശി എന്ന് കരുണ ചോദിക്കുമ്പോൾ, എന്തായാലും അവളെ കൊണ്ട് ഇന്ന് ആ പായസത്തിൻ്റെ പകുതിയും കുടിപ്പിക്കണം. പിന്നെ കണ്ണച്ചാരും വരുന്നുണ്ട്, അയാൾക്കും കുറച്ച് കൊടുക്കാം എന്നെല്ലാം കരുണ പറയുമ്പോൾ, കണ്ണൻ ബുദ്ധിയുള്ളവനാണ്, എല്ലാം കഴിഞ്ഞാൽ ഇതിനൊക്കെ പിന്നിൽ നമ്മളാണെന്ന് അവന് സംശയം തോന്നാനാണ് സാധ്യത എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ, ഇതിപ്പോൾ അമ്പലത്തിൽ വഴിപാട് കഴിപ്പിച്ചു കൊണ്ടുവരുന്ന പായസമല്ലേ പ്രതാപ, അമ്പലത്തിൽ വെച്ച് തയ്യാറാക്കി കൊണ്ടുവരുന്നതായതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കൈ കഴുകിയാൽ മതി എന്നെല്ലാം മുത്തശ്ശി പ്രതാപനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും കണ്ണനിപ്പോൾ ഒറ്റയ്ക്കല്ല, മാർക്കോയും അനന്തുവും ഒക്കെ കണ്ണനോടൊപ്പം ഉണ്ട്. മഹാലക്ഷ്മി പോയി കഴിഞ്ഞാൽ ഇതിന് പിന്നിൽ അവന് ചിലപ്പോൾ അന്വേഷണത്തിന് കേസിന് പോകാനൊക്കെ സാധ്യതയുണ്ട്. കണ്ണൻ ബിസിനസ്സുകാരൻ മാത്രമല്ല, മിടുക്കനായിട്ടുള്ളൊരു വക്കീൽ കൂടിയാണ്. അമ്മയ്ക്ക് അറിയാലോ, മേഘന അവൻ്റെ കാമുകിക്ക് ഇപ്പോൾ ചിലവിന് കൊടുക്കേണ്ടി വന്നത് കണ്ണക്കാരനാണ്. അവൻ കൃത്യസമയത്ത് മേഘനയെ പൂട്ടി. ഇനി നമ്മുടെ അവസാനവും അങ്ങനെയൊക്കെ ആവോ എന്നെല്ലാം പ്രതാപൻ ചോദിക്കുമ്പോൾ, നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മോളെ കൂടി പേടിപ്പിക്കാതെ ആദ്യം അവളെ മുകളിലേക്ക് പറഞ്ഞു വിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്. അതിനുശേഷം വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കുക എന്നെല്ലാം മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രതാപനോട്. അങ്ങനെ വഴിപാട് കഴിപ്പിച്ചു കൊണ്ടുവരുന്ന പായസത്തിൽ കരുണയും മുത്തശ്ശിയും ചേർന്ന് ആരും കാണാതെ വിഷം ചേർക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇന്നത്തോടെ മഹാലക്ഷ്മിയെ മുകളിലേക്ക് പറഞ്ഞു വിടാൻ കഴിയും. 2 ദിവസത്തിനുള്ളിൽ മഹാലക്ഷ്മി എന്നുള്ള ശല്യം അവരുടെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു പോകുമെന്നെല്ലാം മനസ്സിലിങ്ങനെ സന്തോഷിച്ചുകൊണ്ടാണ് അവർ ആ പായസത്തിൽ വൈദ്യൻ തന്നുവിട്ട ആ വിഷം ചേർക്കുന്നത്. പക്ഷേ അത് ദേവിഹിതം പോലെ തന്നെ അവർക്ക് തന്നെയാണ് തിരിച്ചടിയാവുന്നത്. അതായത് കരുണയ്ക്ക് തന്നെയാണ് ആ പായസം എത്തിച്ചേരുന്നത്. അവരൊരു അടയാളമൊക്കെ വെച്ചിട്ടാണ് മഹാലക്ഷ്മിക്ക് ആ പായസം കൊടുക്കുന്നത് എങ്കിലും അതെല്ലാം കരുണയ്ക്ക് തന്നെയാണ് ആ പായസം എത്തിച്ചേരുന്നത്. അപ്പോൾ വിഷം ചേർത്ത പായസമാണ് എന്നറിയാതെ കരുണ ആ പായസം കുടിക്കുന്നുണ്ട്. തുടർന്ന് കരുണയ്ക്ക് വൈദ്യൻ പറഞ്ഞതുപോലുള്ള അസ്വസ്ഥതകളൊക്കെ 2 ദിവസത്തിനകം ഉണ്ടാവുകയും കരുണയുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനെ കരുണയ്ക്ക് നഷ്ടമാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കരുണയ്ക്ക് മാത്രമല്ല, പ്രതാപനും മുത്തശ്ശിയൊക്കെ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് ഈ ഒരു സംഭവത്തോടു കൂടി അവർക്ക് കിട്ടുന്നത്. അഹങ്കാരിയായിട്ടുള്ള കരുണയ്ക്ക് അവൾ ഇതുവരെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ മഹാലക്ഷ്മിയുടെ മുന്നിൽ ആളാവാൻ നോക്കി. പക്ഷേ അവൾക്കതിന് നല്ലൊരു തിരിച്ചടി തന്നെയാണ് ഈശ്വരൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ശേഷം ഒന്നും വേണ്ടായിരുന്നു, അവളെ കൊല്ലാൻ നോക്കി. നമ്മുടെ കുഞ്ഞിന് ഈ ഗതി വന്നല്ലോ പ്രതാപ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലമുറയിട്ട് കരയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ പ്രതാപന് തോന്നിയ സംശയം സത്യമാകുന്നുണ്ട്. അതായത് മഹാലക്ഷ്മിക്ക് കൊടുക്കാൻ വെച്ചിരുന്ന പായസമായിരുന്നു കരുണ എടുത്ത് കുടിച്ചത് എന്നുള്ളൊരു സംശയം കണ്ണൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ കണ്ണൻ അത് അനന്തുവിനോടും മാർക്കോയോടൊക്കെ പറയുന്നുണ്ട്. മഹിയെ കൊല്ലാൻ വേണ്ടി പായസത്തിൽ വിഷം ചേർത്തത് അവർ തന്നെയാണ്. കരുണയുടെ മുത്തശ്ശിയും ആ പ്രതാപനും ചേർന്ന് ആ പായസമാണ് കരുണ കുടിച്ചതും കരുണയ്ക്ക് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതും. മഹി ദൈവത്തെ മുറുകെ പിടിച്ച് നടക്കുന്ന ആയതുകൊണ്ട് അയാൾക്കൊന്നും സംഭവിക്കാതിരുന്നത്.
എന്നിട്ടും കരുണയ്ക്ക് കുഞ്ഞിനെ നഷ്ടമായതിൽ അവരൊക്കെ മഹിയാണ് കുറ്റപ്പെടുത്തുന്നത്. അയാളുടെ ശാപമാണ് ഇതിനൊക്കെ കാരണം എന്നാണ് അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം ആർക്കോ. അങ്ങനെ അവർ പായസത്തിൽ വിഷം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് അവർ 3 പേരും ചേർന്ന് ചെയ്തത് തന്നെയാണെന്ന് പറയുമ്പോൾ കണ്ണൻ സാറ് വിഷമിക്കണ്ട. ആ പ്രതാപനെ ശരിക്കൊന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ അയാളെല്ലാം തുറന്നു പറയും. അയാളിപ്പോൾ കരുണയുടെ കുഞ്ഞു പോയതിൻ്റെ ദുഃഖത്തിൽ ഇരിക്കുകയാണ്. കരുണയ്ക്ക് പകരം മഹാലക്ഷ്മിയാണ് ആ പായസം കുടിച്ചിരുന്നതെങ്കിൽ അവരിത് ആഘോഷമാക്കിയേനെ. അതുകൊണ്ട് തന്നെ അയാളോടിപ്പോൾ ഒരു സഹതാപവും അയാൾ അർഹിക്കുന്നില്ല. അയാളെ കൊണ്ട് ഞാൻ എല്ലാം പറയിപ്പിക്കും, സാറ് വിഷമിക്കാതിരിക്കുക. ഇനി ഒരിക്കൽ പോലും മഹാലക്ഷ്മിക്കെതിരെ അവരൊന്നും ചെയ്യാനായിട്ട് തുനിഞ്ഞിറങ്ങരുത്. ഇതോടുകൂടി എല്ലാത്തിൻ്റെയും അന്ത്യം കുറിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ പ്രതാപനെ ചെന്ന് കാണുന്നുണ്ട്. തുടർന്ന് അയാളെ പഞ്ഞിക്കിട്ട് അയാളെ കൊണ്ട് എല്ലാം തുറന്ന് പറയിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കോയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പ്രതാപൻ എല്ലാ കാര്യങ്ങളും മാർക്കോയോട് തുറന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഈ ഒരു എപ്പിസോഡിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്